വീണ്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഓരോ സിനിമയും അതുപോലെ സാഹിത്യ സൃഷ്ടികളൊക്കെ കാരണമാവുകയാണല്ലോ. സ്വാഭാവികമായി ഇത് തടയിടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് സെൻസർ ബോർഡിലാണെങ്കിലും മറ്റു ഇങ്ങനെയുള്ള ഏജൻസികളുടെ തലപ്പത്തൊക്കെ RSS നോമിനികളെ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇന്നലെ BJP സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം ചേരുന്ന സമയത്ത് അവർ പറഞ്ഞത് RSSൻ്റെ നോമിനികൾക്ക് വീഴ്ച പറ്റിയെന്നാണ്. സെൻസർ ബോർഡിലെ RSS നോമിനികൾ പണിയെടുത്തിട്ടില്ല, അവർക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്ന് പോലും പറയപ്പെടുന്നു. ഈ സെൻസർ ബോർഡ് BJPയുടെ സ്വകാര്യ സ്വത്തായി കാണുന്നതിന് എങ്ങനെയാണ്? അല്ല, അത് അവരുടെ സ്വകാര്യ സ്വത്തായിട്ടാണല്ലോ അവർ ഉപയോഗിക്കുന്നത്, അതിലൊരു തർക്കമല്ലോ. ഇപ്പോൾ വേറെ ഏതെങ്കിലും സിനിമ ഇതേപോലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് കണ്ട ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും അത് വസ്തുതയുമായി യാതൊരു ബന്ധമില്ലാത്തതാണെന്ന്. അതിന് സെൻസർ ബോർഡ് അനുമതി കൊടുത്തുള്ളൂ, ഒരു പ്രയാസവും സെൻസർ ബോർഡിനുണ്ടായില്ല. കാശ്മീർ ഫയൽസ്, അതിനും സെൻസർ ബോർഡ് അനുമതി കൊടുത്തു. ഇപ്പോൾ സബർമതി റിപ്പോർട്ട്, ഗോദ്രയെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് BJPയുടെ RSSൻ്റെ പ്രൊപ്പഗാൻഡ മെക്കാനിസം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ട്, ഒരു പ്രയാസമില്ല അവർക്ക്. ഇതിൽ മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം സംഘപരിവാരത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സംഗതികളെ തടയുക എന്നുള്ളത് ഉത്തരവാദിത്വം RSS അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ്. ആ പണിയെടുക്കാനാണ് അവരവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ പണി അവരെടുത്തില്ല എന്ന് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ വിമർശനം വന്നിട്ട് ആ വിമർശനം സത്യസന്ധമാണ്. എന്നുവെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, BBC ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച ആളുകളാണ് ഇവർ. അത് ചെയ്യണ്ട, അത് പ്രദർശിപ്പിക്കാൻ അനുമതി നിഷേധിച്ച ഒരു രാജ്യത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെയാണ് BBCയുടെ ഓഫീസിൽ ഇൻകം ടാക്സിൻ്റെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെയോ ഏതിൻ്റെ ഏജൻസിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇൻകം ടാക്സ് ആണെന്ന് തോന്നുന്നു, റെയ്ഡ് നടന്നത്. എന്നിട്ട് നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അവർക്ക് അവരോട് നികുതിയും പിഴയും അടയ്ക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നടന്നൊരു രാജ്യത്താണ് നമ്മൾ. അപ്പോൾ സെൻസർ ബോർഡിനെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ്, ഒരു തർക്കവും കാര്യത്തിലില്ല. അതിപ്പോൾ അതുമാത്രമല്ലല്ലോ, എത്രയോ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു ഈസി ടാസ്ക് മാത്രമാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന ആളുകളെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ അത് നടന്നില്ല, അല്ലെങ്കിൽ അവരത് അറിയാതെ മറന്നുപോവുകയോ അല്ലെങ്കിൽ അറിയാതിരിക്കുകയോ ചെയ്തു. ആ അബദ്ധമാണ് ഇപ്പോൾ BJP കോർ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.